ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. 2004 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 3,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. RS വേരിയൻ്റാണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ചെക്കപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക, ബോഡി ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ആവുന്നുണ്ട്. ഭയങ്കര വൈബ്രേഷൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തെടുക്കും, ബോഡി മൊത്തം പടപടപടപടാന്ന് ബോണ്ടൊക്കെ കിടന്ന് അടിയുക. അങ്ങനെയുള്ള ബോഡി വൈബ്രേഷൻ നല്ലോണം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ കുറച്ച് പാച്ച് പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഫുൾ ചെക്കപ്പ് ഇതിനകത്ത് എടുക്കാനുണ്ട്. ടൈമിംഗ് ആയാലും ഇനിയിപ്പോൾ വേറെ എന്തായാലും ഒക്കെ ഫുള്ളായിട്ടൊന്ന് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇടിപ്പാണ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര ഒരു ഇടുപ്പോട് കൂടിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് ബെഡിൻ്റെ ആയിരിക്കും. എന്താണെന്നുള്ളത് നമുക്ക് ഒന്നൊരു പൊക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അണ്ടർ ബോഡി നമുക്ക് നല്ല പാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടൊന്ന് നോക്കാം. അതിനകത്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ പാച്ച് വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ ബെഡ് എത്തിയിട്ടുണ്ട് പോയി. അപ്പോൾ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ് നമുക്ക് ഇനിയിപ്പോൾ മാറ്റാം. അതിൽ എൻജിൻ ബെഡ് OE തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നിപ്പോൺ തന്നെയാണ് സാധനം എടുത്തിരിക്കുന്നത്. 3076 രൂപ വരുന്നുണ്ട് ഒറിജിനൽ. രണ്ട് മൗണ്ട് രണ്ടും സെയിം തന്നെയാണ്, 3076. പിന്നെ ഗിയർ ബോക്സ് മൗണ്ട് നല്ല വിലയുണ്ട്. അത് OE തന്നെയാണ്, ടൊയോട്ടയുടെ OE തന്നെയാണ്. 5460 രൂപയോളം റേറ്റ് വരുന്നുണ്ട് ഒറിജിനൽ ഗിയർ മൗണ്ടിന്. അപ്പോൾ എല്ലാം നമ്മൾ ഒറിജിനൽ തന്നെയാണ്. മൗണ്ട് ഫുള്ളും OE തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷോക്ക് ബുഷും നമുക്ക് ഇതിനകത്ത് മാറാനുണ്ട്. അപ്പോൾ എൻജിൻ ബെഡ് മാറിയതിന് ശേഷം നമുക്ക് ഷോക്ക് ബുഷിൻ്റെ പരിപാടി തുടങ്ങാം. വേണ്ട, ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. വേണ്ട, ആ സൈഡ് ഇത് നമ്മൾ പാച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് മേലെ വെച്ച് അടിച്ചതല്ല. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിനനുസരിച്ച് പീസ് വെച്ചിട്ടാണ് ഇതിനകത്ത് വെൽഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മേലേക്ക് വെച്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വർക്ക് തീരും, പക്ഷേ അതൊരു ഫിനിഷിങ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഫുള്ള് പാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബ്ലോവറിൽ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് ബ്ലോവറിൻ്റെ ഫാന് വിട്ടെടുക്കായിരുന്നു. അത് നമ്മൾ അഴിച്ചെടുത്തിട്ട് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബ്ലോവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട്. എത്രയും വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ മൗണ്ട് നമുക്ക് മാറാം. മൗണ്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഭയങ്കര വൈബ്രേഷനും അങ്ങനെയുള്ള. റണ്ണിങ്ങിലൊന്നും വൈബ്രേഷൻ അറിയില്ല, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലും ഓഫ് ആക്കുമ്പോഴും നല്ലൊരു കുടച്ചിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കുടച്ചിൽ വന്നാൽ നല്ല സൗണ്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇത് മാറാം. ഇതാണിപ്പോൾ നമ്മൾ അഴിച്ച ഗിയർ ബോക്സ് ബെഡ്. ഇതുണ്ടോ, ഇത്രത്തോളം പൊട്ടി നിൽക്കുകയാണ് അതിനകത്ത്. ഫുള്ളായി പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ജെർക്കിങ് അതിനകത്ത് ബെഡിനകത്ത് വന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും നല്ലപോലെ ഷേക്ക് വരുന്നത് അതാണ്. ഇല്ല, ഇത്രത്തോളം പൊട്ടി നിൽക്കുകയാണ് അതിനകത്ത്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ബോൾട്ട് സ്റ്റഡും ഇതിനകത്ത് പൊട്ടി നിൽക്കണം. ഇപ്പോൾ നമ്മൾ വേറെ ബോൾട്ട് ഇടണം അതിനകത്ത്. കണ്ടില്ലേ, നമ്മൾ ഒറിജിനലിലൂടെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. OE ഇടുമ്പോൾ പക്കായിരിക്കും, കറക്റ്റായിരിക്കും. സീറ്റിംഗ് ആയാലും ശരി, പിന്നെ ആ സൈഡ് ബോൾട്ട് ആണെങ്കിലും ശരി, എല്ലാം കറക്റ്റ് സീറ്റിങ്ങിൽ വരും. മറ്റേ നമ്മൾ വേറെ മേക്കിടുമ്പോൾ ഇത്തിരി പ്രയാസമാണ് കയറ്റാനായിട്ട്. അത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് നിൽക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനും ഇതിനൊക്കെ വീണ്ടും പ്രയാസം തന്നെ വരും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്കായിട്ട് സീറ്റിംഗായി ഇരുന്നുള്ളൂ. ഫ്രീ ആയിട്ട് കയറുകയും ചെയ്യും. ബോൾട്ടും അലൈൻമെൻറ്റും എല്ലാം കറക്റ്റായിരിക്കും. അതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഒറിജിനലിൻ്റെ ഒരു ഫീലിംഗ് നല്ലോണം നമുക്ക് അറിയാൻ പറ്റും. എൻജിൻ ബെഡ് മാറണം. എൻജിൻ ബെഡ് നമ്മൾ വോൾട്ട് ഫ്രണ്ടിലേക്ക് അഴിച്ചിട്ടിട്ടുണ്ട്. ഇനി രണ്ടും അഴിച്ചിട്ടിട്ട് വേണം നമുക്ക് അതും കൂടെ മാറാനായിട്ട്. പോളിസിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിപ്പം മൊത്തം പേപ്പർ ഇട്ടിരിക്കുകയാണ്. പോളിഷ് അടിക്കാനുള്ളൊരു രീതിക്ക് പേപ്പർ ഇട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗത്ത് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ക്ലിയറിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ലോണം ഒഴുകിയതായിരുന്നു. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോളിഷും കൂടെ അഴിച്ചാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി അതിനകത്ത് വരുള്ളൂ. ഇനിയും തേക്കാനുണ്ട്. അപ്പുറത്തെ സൈഡ്, വൺ സൈഡ് മാത്രം നമ്മളിപ്പോൾ തേച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് പാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് ഇപ്പോൾ ഫിറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. ഇനി പണിയുണ്ട്, ഫിറ്റിങ്സും കാര്യങ്ങളുണ്ട്, കുറച്ച് ഇലക്ട്രിക് വർക്കുകളുണ്ട്. പിന്നെ AC-യുടെ ചെറിയൊരു സൗണ്ട് നമ്മൾ പറഞ്ഞത് അത് ക്ലിയറാക്കി. പക്ഷേങ്കിൽ AC-യുടെ പൈപ്പിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഹോളുണ്ട്. നേരത്തെ ഹോളില്ല, പക്ഷേങ്കിൽ നമ്മൾ പലതും അഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിട്ട് ചെറിയൊരു ഹോൾ വീണതാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്.
അപ്പോൾ അതിനിപ്പോൾ പൈപ്പ് അഴിച്ചിട്ട് വരികയാണ്, വെൽഡടിക്കാനായിട്ട് പൈപ്പ് കൊണ്ടുവരികയാണ്. പിന്നെ വേറെ ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത് പോളിഷിങ്ങും കാര്യങ്ങളും ഫിറ്റിങ്സും മാത്രമാണ് ഇനിയിപ്പോൾ ഇതിനകത്തുള്ളത്. മാറ്റ് പിന്നെ കസ്റ്റമർ അത് പഴയ തന്നെ ഇടാൻ പറഞ്ഞു. ഇനിയിപ്പോൾ മാറ്റ് വേറെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ തന്നെ ആക്കാനാണ് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഫിറ്റിങ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വൈപ്പർ, റിയറിലെ വൈപ്പർ മാത്രം ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വൈപ്പർ ചെക്ക് ചെയ്ത് വൈപ്പർ മോട്ടർ പോയത്. അപ്പോൾ മോട്ടർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വൈപ്പർ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാ വർക്കും തന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുൾ ബോഡി അടിച്ചിട്ടില്ല. 4 ഡോർ വിട്ടിട്ട് ബാക്കി ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഇപ്പോൾ കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ താഴെയുള്ള സിൽവർ ഭാഗം നമ്മൾ ഒരു ലൈറ്റ് എന്താ പറയുക ഗോൾഡ് ഷെയ്ഡ് കൊടുത്തിട്ടാണ് അടിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ ഇൻറ്റീരിയലാണെങ്കിൽ ഇൻറ്റീരിയലിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ സീറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ പാച്ച് വർക്ക് മാത്രം ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി ബോഡി നമ്മൾ 3 കോട്ട് ക്ലിയർ അടിച്ചിട്ട് 1 കോട്ട് ക്ലിയർ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പോളിഷ് അടിച്ചിരിക്കുന്നത് ഇതിനകത്ത്. ഇനിയിപ്പോൾ എ സിയുടെ വർക്കാണ് ചെറിയൊരു പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. എ സിയുടെ വർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിറ്റിങ്സിലാണ് എൻ്റെ എ സി ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഏകദേശം നൈറ്റായി, രാത്രിയായി തീരുമ്പോൾ തന്നെ. അപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.